സക്സസ് മന്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് LGS ലെവലിൽ നടന്ന 2 എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ GK പോർഷൻസിൻ്റെ ആൻസേഴ്സ് മാത്രമായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തെ മാത്സിൻ്റെ 20 ക്വസ്റ്റ്യൻസ് വീതം സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2026 നടന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ LGS ലെവലിൽ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നമ്മൾ ആദ്യം സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ 20 മാർക്സ് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ അകത്തെ 81ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ടീച്ചറുടെ വയസ്സ് എത്ര? അപ്പോൾ അതാണ് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ശരാശരി അല്ലെങ്കിൽ ആവറേജിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? 81th ക്വസ്റ്റ്യനാണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് എത്ര വയസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 11 വയസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ഇനി അതിൻ്റെ കൂടെ എന്താ ചെയ്തേ? ടീച്ചറിനെയും കൂടെ കൂട്ടിയപ്പോൾ ശരാശരി എന്ന് പറയുന്നത് 12. അപ്പം 40 കുട്ടികളുടെ വയസ്സിൻ്റെ ശരാശരി 11. ഇനി അതിൻ്റെ കൂടെ ടീച്ചറും കൂടി വന്നു എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര പേരായി? 41 പേരായി. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് 11 മാറിയിട്ട് എന്തായി? 12. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ നോക്കണം. ഈ 40 എന്ന് പറയുന്നത് 41 എന്താ സംഭവിച്ചത്? അവിടെ 1 കൂടുക ചെയ്തേ. അതുപോലെ ഈ ശരാശരി 11 എന്നുള്ളത് 12 എന്ന് പറയുമ്പോൾ അവിടെ എന്താ ചെയ്തേ? 1 കൂടുക ചെയ്തേ. ഇനി നമ്മൾ പുതുതായിട്ട് വന്നയാളുടെ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ഇവിടെ ഉണ്ടായ ഇൻക്രീസ് എന്താണോ അതിനെ ഈ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഇവിടെ ശരാശരിയിലുണ്ടായ ഇൻക്രീസ് എന്താണോ അതിനെ ഈ 40 വെച്ചും മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും? 1 × 12 പ്ലസ് അതുപോലെ തന്നെ 1 × 40 1 × 40 ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും പുതുതായിട്ട് വന്ന ആളുടെ അല്ലെങ്കിൽ ടീച്ചറുടെ എന്ന് പറയുന്ന വയസ്സ്. 1 × 12 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 12 പ്ലസ് 1 × 40 40. അപ്പം 40 പ്ലസ് 12 52 വയസ്സായിരിക്കും ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം. 40 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വയസ്സുകളുടെ ശരാശരി എന്ന് പറയുന്നത് 11 തന്നിട്ടുണ്ട്. ടീച്ചറേയും കൂടെ കൂട്ടിയപ്പോൾ ടോട്ടൽ കുട്ടിയും ടീച്ചറും കൂടെ കൂടിയിട്ട് എത്രയായി? 41 വരെയായി. അപ്പോൾ അവരുടെ ശരാശരി എന്ന് പറയുന്നത് 1 കൂടി അല്ലെങ്കിൽ 12 എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായത് എന്താ? ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസ്, ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ്. അത് സൈഡിലൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ 40 41 എന്ന് പറഞ്ഞാൽ അവിടെ ഇൻക്രീസ് ആണ് ഉണ്ടായത്. അതുപോലെ 11 12 എന്ന് പറഞ്ഞാൽ അവിടെ 1 ഇൻക്രീസ് ചെയ്യുക ചെയ്തേ. അപ്പോൾ ആ ഇൻക്രീസ് ചെയ്ത വാല്യൂവിനെ ഇവിടെ കിടക്കുന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ അതിനെ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ടീച്ചറുടെ വയസ്സെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞേക്കുന്നത്, 5.1/4 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിൽ ആക്കണം. എത്ര കുപ്പികൾ വേണം? നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ ടോട്ടൽ 5/4 ലിറ്റർ വെള്ളമുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം? 3/4 ലിറ്റർ ആകുന്ന കുപ്പികളിലേക്ക് നിറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കുപ്പികൾ വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടലുള്ള നമ്മുടെ കയ്യിലുള്ള വെള്ളത്തിൻ്റെ അളവ് എന്താണോ അതിനെ കുപ്പികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എത്ര കുപ്പി വേണമെന്നുള്ളത് കിട്ടും. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഈ ടോട്ടലുള്ള വെള്ളത്തിൻ്റെ അളവായിട്ടുള്ള 5/4 നമ്മൾ എന്ത് ചെയ്താൽ മതി? 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ശരിക്കും വന്നേക്കുന്നത് ഭിന്നസംഖ്യകളുടെ ഡിവിഷനാണ്. ഭിന്നസംഖ്യകളുടെ ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ തന്നേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിടക്കുന്നത്? ഒരു മിശ്ര ഭിന്നമായിട്ടാണ് കിടക്കുന്നത്. സാധാരണ നമ്മൾ മിശ്രഭിന്നം വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് അതിനെ എന്തിലേക്ക് മാറ്റും? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റും. ഇപ്പോൾ ഒരു മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? 5 × 4 ചെയ്യണം. ദെൻ ഇവിടെ കിടക്കുന്ന ന്യൂമറേറ്റർ ആഡ് ചെയ്യണം. ദെൻ ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെ എഴുതണം. അതായത് ഇതിനെ നമ്മൾ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുന്നത് 5 × 4 ചെയ്യണം. ദെൻ അതിൻ്റെ കൂടെ ഇവിടെ കിടക്കുന്ന അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ കൂട്ടണം. ദെൻ താഴെ ഡിനോമിനേറ്റർ ആയിട്ട് അതിൻ്റെ ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെ എഴുതണം. ദെൻ ഡിവൈഡഡ് ബൈ നമ്മുടെ 3/4 വരും. ഇനി ഇതിനെ മാറ്റുമ്പോൾ എന്താ കിട്ടുക? 5 × 4
20 കിട്ടും. 20 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 21. 21/4 ഡിവൈഡഡ് ബൈ 3/4 എന്നാണ് ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നിൽക്കുക. അതായത് ടോട്ടൽ 5ഉം 4/1 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നതിനെ നമ്മൾ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ എന്താ വരിക? 21/4 ലിറ്റർ വെള്ളം നമുക്കുള്ളത്. അത് നമുക്ക് 3/4 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലേക്ക് മാറ്റണം. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ശരിക്കും ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഇനി ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ഡിവിഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട ഹരണം വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട നിയമം എന്താണ്? ആദ്യം ഉള്ള ഭിന്നസംഖ്യയെ അതുപോലെ തന്നെ എഴുതണം. 21/4 അങ്ങനെ തന്നെ എഴുതണം. ഇനി ഡിവിഷന്റെ റൂൾ എന്താ? രണ്ടാമത് കിടക്കുന്ന സംഖ്യ, അതായത് ഹരിക്കേണ്ട സംഖ്യ എന്താണോ അതിനെ അതിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം കൊണ്ട് ഗുണിക്കണം. എന്താ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 3/4 വിൽക്രമം എന്ന് പറഞ്ഞാൽ അതിനെ നേരെ തലതിരിച്ചിട്ടാൽ മതി അല്ലേ? അപ്പോൾ വിൽക്രമം കൊണ്ട് ഗുണിക്കണം അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം എന്നുള്ളതാണ് ഹരണത്തിന്റെ റൂള്. അപ്പോൾ നമ്മൾ ഡിവിഷന്റെ സിമ്പിൾ മാറ്റിയിട്ട് മൾട്ടിപ്ലിക്കേഷനായി ദെൻ 3/4 വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ 4/3 കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇനി എന്താ ഇതിന്റെ കാൽക്കുലേഷനിൽ ചെയ്യാനുള്ളത്? ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു 4 ഉണ്ട്, ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 4 ഉണ്ട്. നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എന്ത് വരും? ഇവിടെ ഒരു 21 മിച്ചമുണ്ട്, താഴെ ഒരു 3 മിച്ചമുണ്ട്. 21/3യുടെ ആൻസർ എത്രയാ? 7. അപ്പോൾ നമുക്ക് 5 4/1 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ കൊള്ളുന്ന എത്ര കുപ്പികളിൽ നിറയ്ക്കാം? 7 കുപ്പികളിൽ നിറയ്ക്കാം. ഇനി കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണ് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശത്തിൽ എഴുതുകയും ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദത്തിൽ എഴുതുകയും ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താലും മതി. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 83ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താ? 1 മുതൽ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് 2601? അപ്പം നമുക്കറിയാം തുടർച്ചയായിട്ടുള്ള ഒറ്റസംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n² ആണ്. അപ്പം തുടർച്ചയായുള്ള ഒറ്റസംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ n². അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് n²ന്റെ വാല്യൂ അല്ലെങ്കിൽ തുടർച്ചയായുള്ള ഒറ്റസംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. എത്രയാ? 2601 എന്ന് തന്നിട്ടുണ്ട്. അത് എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ്? അതായത് എന്നിന്റെ വാല്യൂ എത്ര ഒറ്റസംഖ്യകൾ കൂട്ടുമ്പോഴാണ് ഈ തുക 2601 എന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മളോട് ശരിക്കും ചോദിച്ചേക്കുന്നത് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. n² 2601 ആണെങ്കിൽ n കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പുറത്തുള്ള നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ വർഗ്ഗമൂലം എടുത്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 2601 അല്ലെങ്കിൽ വർഗ്ഗമൂലം 2601ന്റെ വർഗ്ഗമൂലം ഇനി കാണുന്നത് എങ്ങനെയാ? വർഗ്ഗമൂലം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു എളുപ്പ വഴി എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? നമുക്കറിയാം 50ന്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്താൽ മതി? 5ന്റെ സ്ക്വയർ 25 എഴുതി 2 0 ഇട്ടാൽ മതി. അപ്പം 50ന്റെ സ്ക്വയർ 2500 നമുക്കറിയാം. അതുപോലെ തന്നെ 60ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എത്രയായിരിക്കും? 6ന്റെ സ്ക്വയർ 36, 2 0 ഇട്ട് കൊടുക്കുക, 3600 ആണെന്ന് പറയാം. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്ന ഈ 2601 എന്ന് പറയുന്നത് ഈ 2500നും 3600നും ഇടയ്ക്ക് വരുന്ന ഒരു നമ്പർ അല്ലേ? അപ്പം അത് 50നും 60നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കും ഉറപ്പായിട്ടും ഈ 2601ന്റെ സ്ക്വയർ ആവുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് വന്നേക്കുന്ന അക്കം ഏതാ? 1. അപ്പം നമ്മൾ വർഗ്ഗങ്ങൾ കാണുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 1 വരുന്നത് ആർക്കൊക്കെയാ? 1ന്റെ സ്ക്വയർ എടുക്കുമ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് നമുക്ക് 1 വരിക. അതുപോലെ 9ന്റെ സ്ക്വയർ എടുക്കുമ്പോഴും നമുക്ക് ഒറ്റയുടെ സ്ഥാനത്ത് 1 വരിക. അപ്പോൾ 1ന്റെ വർഗ്ഗം എടുക്കുമ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് 1 കിട്ടുന്നത്, 9ന്റെ സ്ക്വയർ എടുക്കുമ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് നമുക്ക് 1 കിട്ടുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി 50 കഴിഞ്ഞിട്ടുള്ള ഒരു സംഖ്യയുടെ വർഗ്ഗമാണ് ഈ 2601. എന്നാൽ 60 കഴിയുന്നുമില്ല. അപ്പം 50നും 60നും ഇടയ്ക്കാണ്, ഒറ്റയുടെ സ്ഥാനത്ത് 1 വരികയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന 2601ന്റെ വർഗ്ഗം എന്ന് പറയുന്നത് 51 ആയിരിക്കും. ഇനി അതല്ല എങ്കിൽ ഇതിന്റെ വർഗ്ഗം എന്ന് പറയുന്നത് 51 ആയിരിക്കും. അപ്പം നമ്മൾ ശരിക്കും ഇൻറ്റു ചെയ്ത് നോക്കുമ്പോൾ ഒന്നെങ്കിൽ 51 × 51 നോക്കിയാൽ മതി, അതല്ല എങ്കിൽ 59 × 59 ചെയ്താൽ മതി. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമുക്ക് ഉറപ്പായിട്ട് എന്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഈ പറയുന്ന വർഗ്ഗ
മൂലം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 51 × 51 എത്രയാണെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 51 × 51 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 1 5 5 25 1 0 റിമൈൻഡർ 1 1 + 5 6 അതുപോലെ തന്നെ 2. ദേ ഇവിടെ നമ്മൾ 51 × 51 ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2601 എന്ന് കിട്ടി. അപ്പം 58 അല്ല 51 ആണ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് മനസ്സിലായി. അപ്പം നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 2601 എന്നുള്ളതിൻ്റെ ആൻസറായിട്ട് എത്ര കിട്ടും? 51. അപ്പം തുടർച്ചയായുള്ള 51 ഒറ്റ സംഖ്യകളുടെ തുക എടുക്കുന്നതാണ് 2601. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പം അടുത്തത് നമുക്ക് 84ാമത്തെ ക്വസ്റ്റ്യൻ. 84ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താ? മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 125 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 175 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം അല്ലെങ്കിൽ സമയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ടൈം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ടൈം കിട്ടണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ സമയം കണ്ടുപിടിക്കാൻ ദൂരത്തെ വേഗത കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ഡിസ്റ്റൻസും സ്പീഡും ഒക്കെ എത്രയാണ് തന്നേക്കുന്നതെന്ന് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? 125 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 175 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കറിയാം തീവണ്ടി പാലം കടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തീവണ്ടിയുടെ ഡിസ്റ്റൻസ് മാത്രമാണോ ഡിസ്റ്റൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക? അല്ല. ഒരു തീവണ്ടി പാലം കടക്കുന്നു എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് തീവണ്ടിയുടെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള 125 മീറ്റർ എടുക്കുകയും വേണം. അതുപോലെ തന്നെ പാലത്തിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള 175 എടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈ കേസിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 300 ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? തീവണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പാലം കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുമ്പോൾ തീവണ്ടിയുടെ ഡിസ്റ്റൻസും എടുക്കണം, അതുപോലെ തന്നെ പാലത്തിൻ്റെ ഡിസ്റ്റൻസും എടുക്കണം. അങ്ങനെയാണ് നമുക്ക് 300 മീറ്ററിന് ഡിസ്റ്റൻസ് കിട്ടുക. ഇനി സ്പീഡ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? 90 km/h സഞ്ചരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് തന്നേക്കുന്ന മീറ്ററിലും സ്പീഡ് തന്നേക്കുന്ന km/h. അപ്പം 2 യൂണിറ്റ് ഇട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രോബ്ലം ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഈ 90 km/h നമുക്ക് എന്ത് ചെയ്യണം? km/h എന്നുള്ളതിനെ എന്തിലേക്ക് മാറ്റണം? m/s മാറ്റണം. km/h m/s ആക്കാൻ എന്ത് ചെയ്താൽ മതി? km/h ക്വാണ്ടിറ്റി എന്താണോ അതിനെ ഒരു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? km/h വാല്യൂവിനെ നമുക്ക് m/h മാറ്റാനായിട്ട് പറ്റും. അപ്പം നമ്മളിവിടെ 90 km/h എന്നുള്ളതിനെ m/s മാറ്റാൻ 90നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒന്നെങ്കിൽ 90 × 5 ചെയ്തിട്ട് അതിനെ 18 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? 18നെ 90നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പരസ്പരം എന്താ? മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? അപ്പം 90നെ 18 വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടുക? 5. 18 × 5 ആണ് 90. അപ്പോൾ മേളിൽ ഇനി മിച്ചം കിടക്കുന്ന ആരാ? 5 × 5. 5 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പം 25 സെക്കൻഡ്സ് അല്ല 25 m/s എന്ന് കിട്ടും. നമ്മൾ സ്പീഡിനെ അല്ലേ ഇവിടെ കൺവേർട്ട് ചെയ്തത്. അപ്പം നമുക്കിപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡായിരുന്നു ചെയ്യേണ്ടത്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പാലം കിടക്കുന്നത് കൊണ്ട് പാലത്തിൻ്റെ ഡിസ്റ്റൻസും ട്രെയിനിൻ്റെ ഡിസ്റ്റൻസും കൂടെ കൂട്ടി 300 മീറ്റർ എടുത്തു. ദെൻ സ്പീഡ് തന്നിരുന്നത് km/h ആയിരുന്നതുകൊണ്ട് അതിനെ m/s കൺവേർട്ട് ചെയ്തപ്പോൾ 25 m/s എന്ന് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ടൈം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണ് കിട്ടിയേ? 300 മീറ്റർ എന്നായിരുന്നു കിട്ടിയേ. ഡിവൈഡഡ് ബൈ സ്പീഡ് ഇപ്പോൾ കിട്ടിയത് എത്രയാണ്? 25 m/s. അപ്പോൾ 300നെ 25 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? അപ്പോൾ 300നെ നമുക്ക് 25 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 സെക്കൻഡ് എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്പീഡിൽ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ പ്രോബ്ലം വൃത്തിയായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക.
അടുത്തത് 85-ാമത്തെ ക്വസ്റ്റ്യൻ. 3600-ന്റെ ഘടകങ്ങളുടെ എണ്ണം, അതായത് ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ സാധാരണയായിട്ട് ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഘടകങ്ങളുടെ എണ്ണം കാണാൻ ഘടകക്രിയ ചെയ്യാറ്. അപ്പം നമുക്ക് 3600-നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഘടകക്രിയ ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ ആദ്യം 2 കൊണ്ടാണ് ചെയ്യുന്നത്. 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3600-നെ 2 കൊണ്ട് ചെയ്യുമ്പം 18 2 36 2 0 1800 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പം 9 2 18 900 കിട്ടും. വീണ്ടും ഞാൻ 3 കൊണ്ട് ചെയ്യുമ്പം 3 × 3 9 300 കിട്ടും. വീണ്ടും ഞാൻ അതിനെ 3 വെച്ച് ചെയ്യുമ്പം 100 കിട്ടും. വീണ്ടും ഞാൻ അതിനെ 2 വെച്ച് ചെയ്യുമ്പോൾ 50 കിട്ടും. 50 ഞാൻ വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 25 കിട്ടും. 25-നെ ഞാൻ വീണ്ടും 5 വെച്ച് ചെയ്യുമ്പോൾ 5 കിട്ടും. 5-നെ വീണ്ടും 5 വെച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ ഫാക്ടറൈസേഷൻ അവസാനിച്ചു. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഘടകങ്ങളെ ഒന്ന് എടുത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. 2 അപ്പം 4 എണ്ണം ഉണ്ട്. 2⁴ എന്ന് വരും. ഇൻറ്റു 3യുടെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 ആകെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ 3⁻² എന്ന് വരും. ഈ 5 എത്ര എണ്ണം ഉണ്ട്? 5 ആകെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ 5⁻² എന്ന് വരും. അപ്പോൾ ഫാക്ടറൈസ് ചെയ്ത് ഫാക്ടേഴ്സ് എത്ര എണ്ണം വീതം ഉണ്ടോ എന്നുള്ളത് എടുത്തെഴുതി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ഘടകങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ എണ്ണം അത് ചെയ്യാൻ വേണ്ടി നമുക്ക് പവറിൽ കിട്ടിയേക്കുന്ന നമ്പർ എന്താണോ അതിനോട് 1 കൂട്ടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന 4 ആണ്. അപ്പോൾ 4-നോട് 1 കൂട്ടിയാൽ 5 ഇൻറ്റു ഇവിടെ കിട്ടിയേക്കുന്നത് 2 ആണ്. 2-നോട് 1 കൂട്ടിയാൽ 3. ഇവിടെയും 2 ആണ്. 2-നോട് 1 കൂട്ടിയാൽ 3. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാക്ടേഴ്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്തു? ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയ പവറുകളിലോട് 1 കൂട്ടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4-നോട് 1 കൂട്ടിയ 5, 2-നോട് 1 കൂട്ടിയ 3, 2-നോട് 1 കൂട്ടിയ 3. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 × 3 15. 15 × 3 45. 45 ഫാക്ടേഴ്സ് ആയിരിക്കും 3600 ഉണ്ടാവുക. ഇനി ഇതല്ല എളുപ്പത്തിൽ വേറൊരു കൺസെപ്റ്റ് അറിയുന്നവർക്ക് ഇത് വേഗത്തിൽ ചെയ്യാനായിട്ട് വേറൊരു മാർഗവും കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തേക്കുന്ന ഏതൊക്കെയാണ്? നമുക്കവിടെ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓപ്ഷൻസ് ആയിട്ട് 4 കൊടുത്തിരുന്നത് 100 45 10 50 ഇതായിരുന്നു അവിടെ കൊടുത്തിരുന്ന 4 ഓപ്ഷൻസ്. അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന 3600-ന്റെ ഘടകങ്ങളുടെ എണ്ണം. അപ്പം ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചേക്കുന്നത് ഒരു വർഗസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചേക്കുന്നെങ്കിൽ അതെപ്പോഴും ഒരു ഒറ്റ സംഖ്യ ആവുള്ളൂ. നേരെ മറിച്ച് വർഗസംഖ്യ അല്ലാത്ത ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചേക്കുന്നെങ്കിൽ അതെപ്പോഴും ഒരിരട്ട സംഖ്യ ആവുള്ളൂ. അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഘടകം കാണാൻ ചോദിച്ചേക്കുന്ന 3600 എന്ന് പറയുന്നത് എന്താ? ഒരു വർഗസംഖ്യ. അപ്പോൾ വർഗസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഒരു ഒറ്റ സംഖ്യയാകൂ എന്നുള്ള കൺസെപ്റ്റ് അറിയുന്നവർക്കാണെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് നോക്കാതെ, അതായത് ഫാക്ടറൈസേഷൻ ഒന്നും ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ നേരെ എങ്ങോട്ട് പോവാം? 45 എന്നുള്ളതിലേക്ക് പോവാം. കാരണം തന്നിരിക്കുന്നതിൽ ആകെ ഒരു ഒറ്റ സംഖ്യ ആയിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആൻസർ 45 എന്നുള്ളത് പിക്ക് ചെയ്യാം. അല്ലാതെ കറക്റ്റായിട്ട് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഈ പറഞ്ഞത്. അടുത്ത നമുക്ക് 86-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ചതുരത്തിന്റെ പരപ്പളവ് 3.25 ചതുരശ്ര മീറ്റർ ആണ്. ചതുരത്തിന്റെ നീളം 2.5 മീറ്റർ ആയാൽ വീതി എത്ര? നമുക്കറിയാം ഒരു ചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നീളം ഗുണം വീതി അല്ലെങ്കിൽ L/B ആണ്. അപ്പം ആ ചതുരത്തിന്റെ പരപ്പളവിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3.25 അല്ലേ? അപ്പം ഈ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് തന്നേക്കുന്നത് എന്താ? 3.25 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചതുരത്തിന്റെ നീളം L-ന് പകരം എത്ര തന്നിട്ടുണ്ട്? 2.5 തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഈ പറയുന്ന B അല്ലെങ്കിൽ വീതിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് വീതി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ബിയെ ഇവിടെ നിർത്തിയാൽ മതി. ഈ 2.5-ഉം ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. ബി കണ്ടുപിടിക്കണം. ബിയെ മാത്രം അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഈ 2.5 ഇപ്പുറത്തേക്ക് വരും. ഈ 2.5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ അവിടെ ആവുക? ഈ 2.5-ഉം ബിയും കൂടെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുക. ഇൻറ്റു എന്ന് പറയുന്നത്
അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ ആവുക, ഡിവൈഡ് ആയിട്ടാണ് മാറുക. അപ്പം 3.25 ഇവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് വേണ്ടത് ആരാ, ബിയെ മാത്രം അവിടെ നിർത്തി 2.5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2.5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ ഡിവിഷൻ ആയത്, അപ്പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പോസിറ്റ് വരുമ്പോൾ ഡിവൈഡ് ആവും, ഡിവൈഡ് ഓപ്പോസിറ്റ് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും, പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. അങ്ങനെയാണ് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ആവുന്നത്. അപ്പം നമുക്ക് വേണ്ടത് ബി ആയിരുന്നത്, ബി അവിടെ നിർത്തി. അതുകൊണ്ട് ബി അവിടെ നിർത്തിയിട്ട് 2.5നെ മാത്രം എന്ത് ചെയ്തു, അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ 2.5നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് കൊണ്ട് അപ്പുറം ചെന്നപ്പോൾ അതെന്തായി, ഡിവിഷനായി. ഇനി ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യാം, മേളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റിന്റെ പ്ലേസ് മാറ്റാൻ വേണ്ടി നമ്മൾ 2 0 ഉള്ള ആളെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2 0 ഉള്ള ആൾ ആരാ, 100 ആണ്. ദെൻ താഴെ ഇപ്പോൾ മേളിൽ നമ്മൾ 100 വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ താഴെ നമ്മൾ എന്ത് ചെയ്യാനേ പാടുള്ളൂ, അതേ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. എവിടെയാണോ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് കൂടുതൽ അവിടെ വേണം നമ്മൾ അത്രയും പൂജ്യമുള്ള സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം മേളിലായിരുന്നു 2 പോയിന്റ് ഡിജിറ്റ്. അപ്പം ആ 2 പോയിന്റ് ഡിജിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, 2 സീറോസ് ഉള്ള ആളെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം അതേ നമ്പർ വെച്ച് നമ്മൾ താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. 3.25നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ പോയിന്റ് മാറിയിട്ട് എന്താവും, 325 എന്നാവും. 2.5നെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ, 2.5നെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പോയിന്റ് മാറിയിട്ട് 25 എന്നാവും. ദെൻ ഒരു സീറോയും കൂടി ഇല്ലേ, അപ്പോൾ അതെന്ത് ചെയ്യും, ആ സീറോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ താഴെ എന്ത് വന്നു, 250 എന്ന് വന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്യാം. 325നെ നമുക്ക് 25 വെച്ചൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 325നെ നമ്മൾ 25 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാ, 13. 13 × 25 ആണ് 325. ഇനി 250നെ ഇതുപോലെ 25 വെച്ച് ഡിവൈഡ് ചെയ്താലോ, ഒരു 25 അല്ലേ. ദെൻ സീറോയും കൂടി ആഡ് ചെയ്യുമ്പം 13/10 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷനായിട്ട് കിടക്കുന്നത് എങ്ങനെയാണ്, ഭിന്നസംഖ്യയിലല്ല, ദശാംശ രൂപത്തിലാണ്. 13/10ന്റെ ദശാംശ രൂപം എന്താ, അംശം എടുത്തെഴുതി താഴെ ഒരു പൂജ്യമുള്ള സംഖ്യയാണെങ്കിൽ ഇടത്തുനിന്ന് ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പം എന്താ കിട്ടിയേ, 1.3 മീറ്റർ. അപ്പോൾ 1.3 മീറ്റർ ആയിരിക്കും നമുക്ക് വീതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ്റെ അകത്ത് ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ബി ആയിരുന്നു. അപ്പം അതനുസരിച്ച് കാൽക്കുലേഷൻ ചെയ്തു. അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 87ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, 7, 3, 2 x 7, 3, 2 x. അപ്പം ഈ 7, 3, 2 x ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു 4 അക്ക സംഖ്യ, ഈ 4 അക്ക സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അപ്പം നമ്മളിവിടെ 7, 3, 2 x ആയിട്ട് വേറെ ഏതോ ഒരു നമ്പർ എടുത്തു. അപ്പം അങ്ങനെ എടുത്തുണ്ടാവുന്ന ഈ 4 അക്ക സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 9 വെച്ച് പൂർണ്ണമായിട്ടും ഹരിക്കാൻ അല്ലെങ്കിൽ 9 വെച്ച് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എടുക്കേണ്ട നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തേക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു, ഈ ഒരു ക്വസ്റ്റിൻ്റെ അത് നമുക്ക് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു, 1, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2, ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 3, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോ നമ്പറും എക്സിന് പകരം നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഓപ്ഷൻ ഏതാ, 1. അപ്പം 7, 3, 2 എക്സിന് പകരം ഇവിടുത്തെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓപ്ഷൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ 7, 3, 2 എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ 4 അക്ക സംഖ്യ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ 4 അക്ക സംഖ്യ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇവർ പറഞ്ഞേക്കുന്നത്, 9 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ പറയുക, ഒരു സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ ഡിജിറ്റുകളുടെ സം എടുക്കുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കണം, 9ന്റെ ഒരു ഗുണിതം അല്ലെങ്കിൽ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നുള്ളതാണ് 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ സം ഒന്ന് എടുത്ത് നോക്കാം. 7, 3, 10, 10, 2, 12, 12, 1, 13. അപ്പം ഇതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13. 13 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, ഓപ്ഷൻ എ അല്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ഓപ്ഷൻ ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി എന്ന് പറയുമ്പം 7, 3, 2. ബിയുടെ സ്ഥാനം, അതായത് എക്സിന്റെ സ്ഥാനത്ത് ഓപ്ഷൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെയും 2 വരും.
ഇനി ഇതിനെയും 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്താൽ പോരെ. 7 3 10, 10 2 12, 12 2 14. 14 എന്ന് പറയുന്നത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? 14 എന്ന് പറയുന്നത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അത് എന്തല്ല? ഓപ്ഷൻ ബി എന്ന് പറയുന്നതും അല്ല എന്ന് മനസ്സിലായി. then അടുത്ത നമ്മൾ ഓപ്ഷൻ സി എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. 7 3 2. ഓപ്ഷൻ സി ആയിട്ടുള്ള എന്തായിരുന്നു? 3 തന്നെയായിരുന്നു അല്ലേ. ഇതിന്റെ സം എടുക്കുമ്പോഴോ 7 3 10, 10 2 12, 12 3 15. 15 എന്ന് പറയുന്നത് എന്തല്ല? 9ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്ഷൻ സിയും അല്ല. ഇനിയിപ്പോ പോയിട്ട് ഓപ്ഷൻ സി ചെക്ക് ചെയ്യേണ്ട ആവശ്യം, ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റു മൂന്നും അല്ലെങ്കിൽ ആൻസർ ഉറപ്പായി ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിട്ടുള്ള 6 തന്നെയായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചേക്കാം. 7 3 2 6. സം എടുക്കുമ്പം 7 3 10, 10 2 12, 12 6 18. 18 എന്ന് പറയുന്നത് എന്താ? 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അങ്ങനെയാണ് എക്സിന്റെ വാല്യൂ ഇവിടെ എന്തായത്? 6 ആയത്. അപ്പോൾ 7 3 2 എക്സ്, എക്സിന്റെ സ്ഥാനത്ത് 6 വന്നെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 4 അക്ക സംഖ്യ ആകുള്ളൂ. അപ്പൊ അതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നമുക്ക് 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 88ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളുടെ തുക 30, ഏറ്റവും ചെറിയ പൊതുഗുണിതം 36. അപ്പൊ നമുക്ക് രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. എത്രയാ? രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 30 പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും ചെറിയ പൊതുഗുണിതം, ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ലസാഗു അല്ലെങ്കിൽ എൽസിയം ആണ്. എത്രയാ? 36 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പൊതു ഘടകം എന്ന് പറഞ്ഞാൽ എന്താ? HCF അല്ലെങ്കിൽ ഉസാഗയാണ് ഉദ്ദേശിക്കുന്നത്. അത് എത്രയും തന്നിട്ടുണ്ട്? 6 എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് വിൽക്രമങ്ങളുടെ തുക അല്ലെങ്കിൽ റെസിപ്രോക്കലുകളുടെ തുകയാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം റെസിപ്രോക്കലുകളുടെ തുക കാണാനായിട്ട് വിൽക്രമങ്ങളുടെ തുക ചോദിച്ചേക്കുന്നത് വിൽക്രമങ്ങളുടെ തുകയാണ്. വിൽക്രമങ്ങളുടെ തുക കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? വിൽക്രമങ്ങളുടെ തുക കാണാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് തുക ബൈ ഗുണനഫലം എന്നുള്ളതാ. തുക ബൈ ഗുണനഫലമാണ് വിൽക്രമങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് തുക ഓൾറെഡി ക്വസ്റ്റ്യൻ്റെ അകത്തുണ്ട്, പക്ഷെ എന്തില്ല? ഗുണനഫലം ഇല്ല. ഗുണനഫലം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യണ്ടേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സിനോട് ഈക്വൽ ആണ് HCF ഇൻറ്റു LCM അല്ലെങ്കിൽ LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സിനോട് ഈക്വൽ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അല്ലെങ്കിൽ ഗുണനഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന LCM HCFും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HCF ഇൻറ്റു LCM അല്ലേ? അത് എത്രയാണ്? LCM 36 ആണ്, HCF 6 ആണ്. 36 ഇൻറ്റു 6 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 216 എന്ന് കിട്ടും. 216 ആണ് നമ്മളുടെ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പർ അല്ലെങ്കിൽ ഗുണനഫലം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ 216 എന്ത് ചെയ്താൽ മതി? ഇനി ആ ഇക്വേഷൻ്റെ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മളോട് ഗുണനഫലം അതായത് വിൽക്രമങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താ? തുക ബൈ ഗുണനഫലം എന്നാ. തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 30, ഗുണനഫലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ 216. അപ്പൊ നമുക്ക് ശരിക്കും എന്ത് ചെയ്താൽ മതി? 30/216 ചെയ്താൽ മതി. അപ്പൊ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് വന്നേക്കുന്നത് ഭിന്നസംഖ്യ ആയിട്ടാണ്. അപ്പൊ 30നെ നമുക്ക് എന്ത് ചെയ്യാം? 30നെ നമുക്ക് 6 വെച്ച് ഡിവൈഡ് ചെയ്യാം. 30നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അതുപോലെ 216 6ന്റെ മൾട്ടിപ്പിളാ. 216നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? 36 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി 5/36 ആണ് അവിടെ ആൻസർ ആയിട്ട് വരും. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്ത കൺസെപ്റ്റ് ഏതൊക്കെയാ? വിൽക്രമങ്ങളുടെ തുക കാണാൻ തുക ബൈ ഗുണനഫലം എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചു. അതിന്റെ തുക ക്വസ്റ്റിൻ്റെ അകത്ത് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഗുണനഫലം ഇല്ല. ഗുണനഫലം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ച കൺസെപ്റ്റ് ഏതാ? LCM ഇൻറ്റു HCF ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് അവയുടെ ഉസാഗയും ലസാഗും കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്
1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ ഗുണനഫലത്തിന്റെ അവസാന എത്ര അക്കങ്ങൾ പൂജ്യമായിരിക്കും? അതായത് നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? 1 2 3, അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലേ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 10 വരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1 മുതൽ 10 വരെ ഉള്ള സംഖ്യകൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണനഫലം കിട്ടുന്നതിൻ്റെ എത്ര അക്കങ്ങൾ 0 ആയിരിക്കും? അപ്പം ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവുമായിരിക്കുമല്ലോ, ആ ആൻസറിൻ്റെ എത്ര അക്കങ്ങൾ പൂജ്യമായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം ഗുണനഫലം 0 കിട്ടണമെങ്കിൽ 2 × 5 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ കിട്ടുക? 2 × 5 ചെയ്യുമ്പോൾ 10, അതായത് സീറോസ് ഉള്ള നമ്പേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എത്ര 5കളുണ്ട് എന്നുള്ളതിൻ്റെ എണ്ണം എടുത്താൽ മതി. അപ്പോൾ 1 × 2 × 3 ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റു ചെയ്ത് വരുമ്പോൾ എത്ര 5 വരുന്നുണ്ട്? ഇവിടെ ഓൾറെഡി ഈ ഒരു 5 വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ 10നെ നമുക്ക് എന്ത് ചെയ്യാം? 2 × 5 എന്നുള്ള ടേംസിൽ എഴുതാമല്ലേ. അപ്പോൾ അവിടെ ഒരു 5 വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ അകത്ത് എത്ര 5കൾ വരുന്നുണ്ട്? 2 5കൾ വരുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും ഗുണനഫലത്തിൽ വരുന്ന സീറോകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ തുടർച്ചയായിട്ട് 10 വരെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഗുണനഫലത്തിൻ്റെ അകത്ത് എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി 2 നും 5ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന 10, അത് സീറോസ് വരുന്ന നമ്പർ അല്ലേ. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 5 എത്ര എണ്ണം ഇതിൻ്റെ അകത്ത് പെയറായിട്ട് വരുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഓൾറെഡി 5, ഈ 4 കഴിഞ്ഞിട്ട് വരുന്ന 5ൽ ഒരു 5 വരുന്നുണ്ട്. ദെൻ ഈ 10നെ നമുക്ക് 5ൻ്റെ ടേംസിൽ എഴുതാം. അപ്പോൾ അവിടെ ഒരു 5 വരുന്നുണ്ട്. അപ്പോൾ ആ 2 5, ടോട്ടൽ 2 5 അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഗുണനഫലത്തിൻ്റെ അകത്ത് എത്ര സീറോസ് ഉണ്ടായിരിക്കും? 2 സീറോസ് ഉണ്ടായിരിക്കും. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 90ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 5000 രൂപ വില മാർക്ക് ചെയ്ത് ഒരു ഗ്യാസ് സ്റ്റൗ 10% ഡിസ്കൗണ്ടിൽ വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും വാങ്ങിയത്? നമ്മളോട് വാങ്ങിയ വില CP ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. 5000 രൂപ വില മാർക്ക് ചെയ്ത് ഒരു ഗ്യാസ് സ്റ്റൗ 10% ഡിസ്കൗണ്ടിൽ വിറ്റപ്പോൾ, 5000ൻ്റെ 10% കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 10% ഡിസ്കൗണ്ടിൽ വിറ്റപ്പോൾ ഉള്ള SP കിട്ടും. അപ്പോൾ നമ്മളോട് SP കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 5000 രൂപ മാർക്ക് ചെയ്ത സാധനം 10% ഡിസ്കൗണ്ടിലാണ് വിട്ടേ അല്ലേ. അപ്പം 5000ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 500 എന്ന് കിട്ടും അല്ലേ. അപ്പം SP എന്ന് പറയുന്നത് 500 രൂപ കുറച്ചുള്ളതാണ്. ടോട്ടൽ 5000 രൂപയായിരുന്നു മാർക്ക് ചെയ്തേ. 5000ൻ്റെ 10% ഡിസ്കൗണ്ടിൽ വിറ്റു എന്ന് പറയുമ്പോൾ SP എത്രയാവും? 5000ത്തിൽ നിന്ന് 500 മൈനസ് ചെയ്യണം അല്ലേ. അപ്പം 4500 രൂപയായിരിക്കും SP എന്ന് പറയുന്നത്. ആ 4500 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്ത് കിട്ടിയെന്നാണ് പറഞ്ഞേ? 20% ലാഭം കിട്ടി. അപ്പോൾ 20% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ, അതായത് നമ്മളൊരു സാധനത്തിൻ്റെ CP എന്ന് പറഞ്ഞാൽ 100% ആയിട്ട് എടുക്കും. 20% ലാഭം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് മേടിച്ച? ഫുൾ 100%ഉം ദെൻ 20%. അപ്പോൾ ടോട്ടൽ 120% ആയിരിക്കും ഈ 4500 രൂപ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം, 5000 രൂപ മാർക്ക് ചെയ്ത ഒരു സാധനം 10% ഡിസ്കൗണ്ടിൽ വിറ്റു. അപ്പോൾ ഈ 5000ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ അല്ലേ. അപ്പം 500 രൂപ കുറച്ച് 4500 രൂപയ്ക്കാണ് ഈ സാധനം എന്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പം വിറ്റേക്കുന്നത്. അപ്പം 4500 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ 120% ആയിരിക്കും 4500 എന്ന് പറയുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാ? വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാ. കോസ്റ്റ് പ്രൈസ് നമ്മൾ എടുക്കുന്നത് എപ്പോഴും 100% ആയിട്ടാണ്. അപ്പം 100% എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് 4500 × 100 ഡിവൈഡഡ് ബൈ 120 എന്ന് വരും. 0 0 കട്ട് ചെയ്തു. ഈ 10നെയും ഈ 12നെയും കൂടെ വെട്ടാം അല്ലേ. 5 × 2 10, 6 × 2 12. പിന്നെ എന്ത് ചെയ്യണം? 4500നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമ്മൾ 4500നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3750 രൂപയാണ്. അപ്പം നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 3750 രൂപയ്ക്കാണ് സാധനം പർച്ചേസ് ചെയ്തത്. അപ്പോൾ CP എന്ന് പറയുന്നത് 3750. അടുത്തത് 91ാമത്തെ ക്വസ്റ്റ്യൻ.
ബോട്ട് മാസിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. 15 മൈനസ് 4 പ്ലസ് 8 ഇൻറ്റു 3 പ്ലസ് 5. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മൾട്ടിപ്ലിക്കേഷനും മൈനസും പ്ലസും ഒക്കെ വരുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന റൂൾ ഏതാ? ബോട്ട് മാസ് ആണ് അല്ലേ? ബോട്ട് മാസ് അനുസരിച്ച് ചെയ്യാൻ നമുക്കിവിടെ ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഓഫും ഇല്ല. ദെൻ അടുത്തത് നമ്മൾ നോക്കേണ്ട ആരാ? ഡിവിഷൻ ഉണ്ടോ നോക്കുക. ഈ ക്വസ്റ്റിൻ്റെ നമുക്ക് ഡിവിഷനും ഇല്ല. പിന്നെ ആരാ ഉള്ളത്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ അതിന് മുന്നേ 15 മൈനസ് 4 പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ്റെ പോർഷൻ ആദ്യം ചെയ്യുക. 8 ഇൻറ്റു 3 എത്രയാ? 8 24 പ്ലസ് 5. അപ്പം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് ദെൻ ആരുണ്ടോയെന്ന് നോക്കണ്ടേ? അഡീഷൻ ഉണ്ടോയെന്ന് നോക്കണ്ടേ? ഇവിടെ ഒരു 15 ഉണ്ട്, ഇവിടെ 24 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 44 എന്ന് കിട്ടും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ ആരാ ചെയ്യണം? സബ്സ്ട്രാക്ഷൻ ചെയ്യണം. 44 മൈനസ് 4 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ 40 എന്ന് കിട്ടും. അപ്പം ഈ ഒരു ബോട്ട് മാസിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അടുത്ത് നമുക്ക് 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 92ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത പദം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ശ്രേണി എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്? 1, then 1, 2, 3, 5, 8, 13. അപ്പോൾ ഈ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ് പോവുക? 1ഉം 1ഉം കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് 2 കിട്ടിയത്. ദെൻ ഈ 2ഉം 1ഉം കൂടെ കൂട്ടിയപ്പോഴാണ് 3 കിട്ടിയത്. ദെൻ ഈ 2ഉം 3ഉം കൂടെ കൂട്ടിയപ്പോഴാണ് 5 കിട്ടിയത്. ദെൻ ഈ 3ഉം 5ഉം കൂടെ കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയത്. ദെൻ അടുത്തത് 8ഉം 13ഉം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കും നമ്മുടെ സീക്വൻസിലെ അടുത്ത നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? 1 + 1 2, 2 + 1 3, 3 + 2 5, 5 + 2 5 + 3 8, 8 + 5 13, 13 + 8 എത്രയാണ് നമ്മുടെ ആൻസർ? 21 ആണ് നമ്മുടെ സീക്വൻസിലെ അടുത്ത നമ്പർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ. ഇത് കൂട്ടത്തിൽ പെടാത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വലിയ നമ്പേഴ്സ് തന്നേക്കുന്നത് അല്ലേ? 1225, 2025, 3025, 5225, ദെൻ 7225, 9025. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ആരാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. എന്താ എളുപ്പ വഴി? ഇപ്പം ഇതിൻ്റെ എല്ലാ നമ്പേഴ്സ് 5ലല്ലേ അവസാനിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്വയേഴ്സ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഞാൻ 35ൻ്റെ സ്ക്വയർ എടുക്കുകയെന്ന് വെച്ചു. 35ൻ്റെ സ്ക്വയർ എടുക്കുകയെന്ന് വെച്ചാൽ 3 എടുക്കണം. 3യുടെ തൊട്ടടുത്ത നമ്പർ ഏതാ? 4. ആ 3ഉം 4ഉം കൂടെ ഇൻറ്റു ചെയ്യണം. 3ഉം 4ഉം കൂടെ ഇൻറ്റു ചെയ്ത് എന്താ? 12 കിട്ടും. ദെൻ 5ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 25 നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1225. ഇതുപോലെ തന്നെ നമ്മൾ 45ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ നമ്പർ ആയിട്ടുള്ള 4 എടുക്കണം, 4ൻ്റെ അടുത്ത നമ്പർ എടുക്കണം. 4ൻ്റെ അടുത്ത നമ്പർ ഏതാ? 5. 4ഉം 5ഉം കൂടെ ഇൻറ്റു ചെയ്ത് 20 എഴുതണം. ദെൻ 5ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 25 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2025. ഇതുപോലെ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? 55ൻ്റെ സ്ക്വയർ എടുക്കുകയെന്ന് വെച്ചു. ദെൻ 5ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് 5ൻ്റെ തൊട്ടടുത്ത നമ്പർ ആയിട്ടുള്ള 5ഉം 6ഉം കൂടെ ഇൻറ്റു ചെയ്ത് 30 എന്ന് എഴുതാം. ദെൻ 5ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 25 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 3025 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഓർഡറിൽ, അതായത് 35, 45, 55ൻ്റെ ഒരു സ്ക്വയർ എടുക്കുന്ന ടേമിലാണ് നമ്മുടെ ടേംസ് പോകണമെന്ന് മനസ്സിലായി. നോക്കി 1225, 35ൻ്റെയാ, 45ൻ്റെയാ, 55ൻ്റെയാ. അങ്ങനെയാണ് തൊട്ടടുത്ത് 65ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടണ്ടേ? 6ൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാ? 6 × 7 അല്ലേ? 6 × 7 42 കിട്ടും. ദെൻ 5ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 25 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശരിക്കും എന്താ കിട്ടണ്ടേ? 4225 ആണ് കിട്ടണ്ടേ. അപ്പോൾ നമുക്ക് അതിവിടെ കിട്ടിയിട്ടില്ല. ദെൻ അടുത്തത് നമുക്ക് ബാക്കിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 4225 വരുന്നതിന് പകരം നമുക്കിവിടെ വന്നേക്കുന്നത് ഇപ്പം 5225. ബാക്കി 7225ഉം 9025ഉം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുറപ്പിക്കാം? 5225ആണ് ഇവിടെ ഒറ്റയായിട്ട് കിടക്കുന്നതെന്ന് പറയാം അല്ലേ? നമുക്കിനി 75ൻ്റെ സ്ക്വയർ ഒന്ന് എടുത്താൽ എത്രയാണ് കിട്ടുക? 7ൻ്റെ തൊട്ടടുത്ത നമ്പർ ആയിട്ടുള്ള എന്ത് കിട്ടും?
7 ഇൻറ്റു 8. 7 ഇൻറ്റു 8 എത്രയാ? 7 8 56. 56ൻ്റെ കൂടെ തന്നെ എന്ത് ഇട്ട് കൊടുക്കണം? 25 ഇട്ട് കൊടുക്കണം. അപ്പം 56 25 എന്ന് കിട്ടി. ദെൻ അടുത്തത് 85ൻ്റെ സ്ക്വയർ ആണെങ്കിലോ 8 ഇൻറ്റു 9. 8 9 72 അല്ലേ? 72 കഴിഞ്ഞിട്ട് ദെൻ ഏതിട്ട് കൊടുക്കണം? 25 ഇട്ട് കൊടുക്കണം. ദെൻ അടുത്ത് നമുക്ക് 95ൻ്റെ സ്ക്വയർ ഒന്ന് എടുത്ത് നോക്കാം. 9 ഇൻറ്റു 10 ചെയ്യണം. അപ്പം 90 കിട്ടും. ദെൻ 25 ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇവിടെ തന്നേക്കുന്നതിൽ 90 25 ഉണ്ട്, 7225 ഉണ്ട്. അപ്പം ഇതെല്ലാം എന്തിൻ്റെയാ? 5 അവസാനം വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലായി അല്ലേ? അപ്പം കൂട്ടത്തിൽ പെടാതെ വന്നേക്കുന്ന ആരാ? 5225 ആണ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 94ാമത്തെ ക്വസ്റ്റ്യൻ. 94ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? മനു ഒരു ക്യൂവിൽ നിന്ന് മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 12ാമതുമാണ്. ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? അപ്പം നമുക്കറിയാം ഒരാളുടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ അല്ലെങ്കിൽ മുകളിൽ നിന്നും താഴെ നിന്നുള്ള പൊസിഷനും ഒക്കെ തന്നാൽ ടോട്ടൽ ആ ലൈനിൽ എത്ര പേരുണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന 2 പൊസിഷൻസും കൂടി ആഡ് ചെയ്തിട്ട് 1 കുറച്ചാൽ മതി. അപ്പം ഇവിടെ നമുക്ക് മുന്നിൽ നിന്നുള്ള പൊസിഷൻ എത്രയാണ് തന്നേക്കുന്നത്? 10 തന്നിട്ടുണ്ട്. പിന്നിൽ നിന്നുള്ള പൊസിഷൻ 12 തന്നിട്ടുണ്ട്. രണ്ടും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 1 കുറച്ചാൽ മതി. 12ഉം 10ഉം 22ന്ന് 1 പോയി കഴിഞ്ഞാൽ എത്രയാ? 21ാമതായിരിക്കും മനുവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ 2 സൈഡിൽ നിന്നുള്ള പൊസിഷൻസ് അല്ലെങ്കിൽ മുകളിൽ താഴെ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് ടോട്ടൽ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ ആ 2 നമ്പേഴ്സും കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ. ജോബിക്ക് 15 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ നടക്കാൻ പറ്റും. ഇപ്പം എന്താ പറഞ്ഞേക്കുന്നത്? 15 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ നടക്കും. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും? നമുക്കറിയാം 15 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ നടക്കും. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റാ? 60 മിനിറ്റാ അല്ലേ? 60 മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും? ഈ 15 മിനിറ്റ് 60 മിനിറ്റ് ആകാനായിട്ട് എന്താ ചെയ്തേ? 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക ചെയ്തേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തോരം നടക്കുമെന്ന് അറിയാൻ 1നെ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പം എന്ത് കിട്ടും? 4 കിലോമീറ്റർ എന്ന് കിട്ടും. പറഞ്ഞ് മനസ്സിലായോ? 15 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ നടക്കുമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും എന്ന് നമ്മളോട് ചോദിച്ചേ. 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റാ? 60 മിനിറ്റ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് വായിക്കാം? 15 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. 15 60 ആയത് 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ 1നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കിലോമീറ്ററും കിട്ടും. അടുത്ത 96ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ശ്രേണിയിൽ വരുന്ന അടുത്ത ക്രമം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ പി യു തന്നിട്ടുണ്ട്, ബി ആർ വി തന്നിട്ടുണ്ട്, സി ടി ഡബ്ല്യു തന്നിട്ടുണ്ട്, ഡി വി എക്സ് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്ന ക്രമമാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? നമുക്കറിയാം ഇങ്ങനെയുള്ളതിൻ്റെ നോക്കുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് എ എന്തായിട്ട് ചേഞ്ച് ചെയ്തു, ബി എന്താ, അങ്ങനെ വേണം നമ്മൾ നോക്കാൻ. ഫസ്റ്റ് ആൽഫബറ്റ്സിന് എന്ത് ചേഞ്ചാണ് ഉണ്ടായത്, സെക്കൻഡിന് എന്ത് ചേഞ്ചാണ് ഉണ്ടായത്, തേർഡിന് എന്ത് ചേഞ്ചാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ ആൽഫബറ്റ് നോക്കിക്കഴിഞ്ഞാൽ എ എന്തായി? ബി ആയി, സി ആയി, ഡി ആയി. അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്ന കോഡിന് ഉറപ്പായിട്ട് എന്തായിരിക്കണം വരണ്ടേ? ഇ ആയിരിക്കണം വരണ്ടേന്ന് നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തേന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചേഞ്ചാണ്? അപ്പോൾ പി ആറായി, ആറ് ടി ആയി, ടി വി ആയി. അപ്പോൾ വി എന്ന് പറയുന്ന അടുത്ത് എന്താ ആവണ്ടേ? ഇവരെല്ലാവരും കറസ്പോണ്ടിങ് ആയിട്ട് ഒരെണ്ണം കൂടുക ചെയ്തേ അല്ലേ? പി കഴിഞ്ഞ് ക്യൂ കഴിഞ്ഞിട്ട് വരുന്ന ആൾ 6. അപ്പോൾ പി പ്ലസ് 1 ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുക. അതുപോലെ 6 കഴിഞ്ഞ് എസ് വിട്ടിട്ട് അടുത്ത ആളാണ് ടി. ടി കഴിഞ്ഞിട്ടോ 1 വിട്ടിട്ട് അടുത്ത ആളാണ് വി. അപ്പോൾ ഇവിടെ എല്ലാം +1ന്റെ ഇൻക്രീസ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ വി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞ് വരുന്ന ആള് അല്ലേ? വി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞ് വരുന്ന ആളെന്ന് പറയുമ്പോൾ ഏതാ വരിക? അവിടെ എക്സാ വരിക അല്ലേ? യു അതായത് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ വി കഴിഞ്ഞ് തൊട്ടടുത്ത ആൽഫബറ്റും കഴിഞ്ഞിട്ട് അടുത്ത ആൽഫബറ്റ്, അതായത് 1 ഇൻക്രീസ് ചെയ്തിട്ട് വരുന്ന ആളെന്ന് പറയുന്നത് എക്സാ. അപ്പം ഇയും എക്സും വരുന്ന ഓപ്ഷൻസും അവിടെ നമുക്ക് 2 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റിൻ്റെയും കൂടെ ചേഞ്ച് നോക്കാം. ലാസ്റ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തേക്കുന്നത്? യു വി ആയി,
വി ഡബ്ല്യു ആയി ഡബ്ല്യു എക്സ് ആയി അല്ലേ? അവിടുത്തെ ചേഞ്ച് നമുക്ക് നേരെ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. യു വി ഡബ്ല്യു എക്സ്. അങ്ങനെയാണെങ്കിൽ അടുത്തയാൾ ആരായിരിക്കും? വൈ ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ ഇ എക്സ് വൈ വരുന്ന ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ 3 വരുന്ന കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചേഞ്ചാണ് വന്നേക്കുന്നതെന്ന് അവിടെ ഐഡന്റിഫൈ ചെയ്ത് നോക്കുക ചെയ്യേണ്ടത്. അപ്പം നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ 97ാമത്തെ ക്വസ്റ്റ്യൻ. 97ാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇതുപോലെ പാറ്റേൺ കണ്ടുപിടിക്കാൻ, അതായത് സീക്വൻസിലെ അടുത്ത ആളാരെന്ന് കണ്ടുപിടിക്കാനാണ്. ഇവിടുത്തെ നമുക്ക് സീക്വൻസ് ആയിട്ട് വന്നേക്കുന്ന ആരാ? 2, 6, 12, 20, 30. അടുത്തയാൾ ആരാന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവരെങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയേക്കുന്നത്? 2, 6 ആകാനായിട്ട് എന്ത് ചെയ്യണം? +4 ചെയ്യണം. 6, 12 ആവാൻ +6 ചെയ്യണം. 20 ആവാൻ +8 ചെയ്യണം. 30 ആവാൻ +10 ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്ത് നോക്കി. 4 6 ആയി, 6 8 ആയി, 8 10 ആയി. അപ്പോൾ അടുത്ത് എന്താ വേണ്ടേ? +12 ചെയ്യുമ്പോൾ ഉള്ള ആളാണ് അടുത്ത ടേം ആയിട്ട് കിട്ടേണ്ടത് അല്ലേ? 30 + 12 എത്രയാ? 42 ആയിരിക്കും നമ്മുടെ സീക്വൻസിലെ അടുത്ത ആളെന്ന് പറയുന്നത്. അടുത്തത് 98ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുകയാകാൻ സാധ്യതയുള്ള സംഖ്യ. നമുക്കിവിടെ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 36, 46, 33, 45. നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് എങ്ങനെയാ? 40 ഉണ്ട്, 46 ഉണ്ട്, 33 ഉണ്ട്, 45 ഉണ്ട്. ഈ തന്നിരിക്കുന്ന 4 നമ്പേഴ്സിൽ ഏതാണ് തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ തുകയാകാനായിട്ട് ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ശരാശരിയായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണുകയാണെങ്കിൽ അതെപ്പോഴും 0.5 അവസാനിക്കുകയുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകൾ, ഇപ്പോൾ ഞാൻ 8, 9, 10, 11 ഈ തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ഇവരുടെ മിഡിലുള്ള ആൾ വരും. അതായത് ഏതാ? 9.5 എന്ന് വരും. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 11, 12, 30, 40 ഇവരും തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ ഇവരുടെയും ശരാശരി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡിൽ ഏതാ? 12.5 വരും അല്ലേ? അപ്പം തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരി അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും എന്തിലേ അവസാനിക്കുള്ളൂ? 0.5 എന്നുള്ള രീതിയിലേ അവസാനിക്കുള്ളൂ എന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പം നമുക്കിവിടെ തന്നേക്കുന്നത് തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ തുകയാകാൻ ചാൻസ് ഇതിൽ ഏത് നമ്പറാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. നമുക്കറിയാം തുക ബൈ എണ്ണമാണ് നമ്മുടെ ശരാശരി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ഓരോ തുകകളെയും എണ്ണം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഈ 4 എണ്ണൽ സംഖ്യകൾ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോ തുകകളെയും എണ്ണമായിട്ടുള്ള 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരാശരി 0.5 പോലെയുള്ള ഏതെങ്കിലും നമ്പേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താ മീൻ ചെയ്യുന്നത്? എണ്ണൽ സംഖ്യകളുടെ ശരാശരി ആണ് എന്നുള്ളതല്ലേ. അപ്പം നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനായിട്ട് നമുക്ക് തന്നേക്കുന്നത് 40. 40/4 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആദ്യത്തെ തുക ആകുമെന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന സംഖ്യ ഏതാ? 40 അല്ല, 36 ആണ്. 36, 46, 33, 45 അല്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ തുകയായിട്ടുള്ള 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 9 കിട്ടുക. അപ്പം 36നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. അപ്പം പോയിന്റഡ് ആയിട്ടുള്ള സംഖ്യയാണ് കിട്ടിയേ? അല്ല. അടുത്ത തുക ഏതാ? 46. 46നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 46നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 44 എന്ന് കിട്ടും. ദെൻ പോയിന്റ് വരുമ്പം 5 × 4 20. ഇത് 11.5 എന്ന് കിട്ടി. അപ്പോൾ 0.5 അവസാനിച്ചു അല്ലേ? അപ്പോൾ 0.5 അവസാനിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ആൻസർ മനസ്സിലാവും. ഏതാ? 46 ആയിരിക്കും എന്താവാൻ സാധ്യതയുള്ളത്? തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ സമ്മാവാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് കിട്ടിയത് കൊണ്ട് ഇനി ബാക്കി ഓപ്ഷൻസ് ചെക്ക് ചെയ്യണോ? നിങ്ങൾക്ക് ഇനി വേണേൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം. 33യെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക? 33യെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 32 വരും. ദെൻ
2 × 4 8 വരും. വീണ്ടും ചെയ്യുമ്പം 20. 8.25 വരിക. 8.25. അപ്പോൾ അത് 0.5-ലല്ല, അപ്പോൾ ആ ഓപ്ഷനും അല്ല. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ഏതായിരുന്നു? 45/4. 45/4 ചെയ്താൽ എന്താ കിട്ടുക? ഒരു 4 4 5ൻ്റെ അകത്തും ഒരു ടൈംസ് പോകുമ്പോഴും വീണ്ടും എന്താ കിട്ടുക? 25 എന്നുള്ള രീതിയിലാണ് കിട്ടുക. അവിടെയും 11.25 എന്നാണ് കിട്ടുക. അപ്പോൾ അതും ഓപ്ഷനല്ല. അപ്പോൾ പോയിട്ട് 0.5 വരുന്ന ഏതാ? 46. അപ്പോൾ തുടർച്ചയായിട്ടുള്ള 4 സംഖ്യകളുടെ സമ്മായിട്ട് വരാൻ പറ്റുന്ന ഏതേ ഉള്ളൂ? 46 ഉള്ളൂ. അടുത്തത് 99ാമത്തെ ക്വസ്റ്റ്യൻ. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനേക്കാൾ 3 കുറവാണ്. 12 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനേക്കാൾ. അപ്പം മകൻ്റെ വെച്ച് കമ്പയർ ചെയ്ത് അച്ഛൻ്റെ വയസ്സ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ സണ്ണിൻ്റെ ഏജ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. സണ്ണിൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ ഫാദറിൻ്റെ ഏജ്, അച്ഛൻ്റെ ഏജ് എന്തായിരിക്കും? മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനേക്കാൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനേക്കാൾ 3 കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. മകൻ്റെ വയസ്സ് എക്സ് ആണെങ്കിൽ അതിൻ്റെ 3 മടങ്ങെന്ന് പറയുന്നത് എത്രയാ? 3x ആയിരിക്കും. അതിനേക്കാൾ എത്ര കുറവാ? 3 കുറവാ. ഇനി 12 വർഷം കഴിയുമ്പോൾ ഉള്ള കാര്യം പറയുന്നുണ്ട് അല്ലേ? 12 വർഷം കഴിഞ്ഞ്, അതായത് ഇപ്പോൾ ഉള്ള പ്രസന്റ് മകൻ്റെ വയസ്സാണ് എക്സ്, അച്ഛൻ്റെ പ്രസന്റ് വയസ്സാണ് 3x - 3. 12 വർഷം കഴിയുമ്പോൾ ഇത് എന്തായിട്ട് മാറും? 12 വർഷം കഴിയുമ്പോഴത്തേക്കും സണ്ണിന് എത്ര വയസ്സാകും? ഇപ്പം എക്സ് വയസ്സുണ്ടെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ അത് എക്സ് + 12 ആവില്ലേ? അതുപോലെ അച്ഛൻ്റെ എന്താവും? അച്ഛൻ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 3x - 3 വയസ്സുണ്ട്. 12 വർഷം കഴിയുമ്പോൾ എന്താവും? 3x - 3ൻ്റെ കൂടെ 12ഉം കൂടെ കൂടും അല്ലേ? അപ്പം 3x - 3 + 12 എന്നുള്ളത് -3 + 12 എന്ന് പറഞ്ഞാൽ എത്രയാ? ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ സൈൻ ചേർക്കണം അല്ലേ? 12ൽ നിന്ന് 3 പോയാൽ എത്രയാ? 9 എന്ന് കിട്ടും. അപ്പം പോസിറ്റീവ് സൈനാണ് കൊടുക്കേണ്ടത്, +12 അല്ലേ? അപ്പം 3x + 9 എന്ന് വരും ഫാദറിൻ്റെ ഏജ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ അത് കണക്ട് ചെയ്യുന്ന ഒരു ഐഡിയ എന്താ പറഞ്ഞേക്കുന്നത്? 12 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ വയസ്സ്, 12 വർഷങ്ങൾക്ക് ശേഷമുള്ള അച്ഛൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ ഏതാ? ഈ 3x + 9 ആ. 12 വർഷങ്ങൾക്ക് ശേഷമുള്ള അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും. 12 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സായിട്ടുള്ള 3x + 9 എന്ന് പറയുന്നത് 12 വർഷം കഴിയുമ്പോൾ ഉള്ള മകൻ്റെ വയസ്സ് എത്രയാ? x + 12 ആണ്. അതിൻ്റെ എത്ര മടങ്ങാവും എന്ന് പറഞ്ഞേക്കുന്നത്? ഇരട്ടിയാകുന്ന. ഇരട്ടിയാകും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ മകന് എക്സ് വയസ്സാണുള്ളത് അല്ലേ? ആ മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനേക്കാൾ 3 വയസ്സ് കുറവാണ് അച്ഛനെന്ന് പറഞ്ഞാൽ 3x - 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റുക. ഇനി 12 വർഷം കഴിയുമ്പോൾ ഈ വയസ്സ് കറസ്പോണ്ടിങ് ആയിട്ട് എന്താവും? ഇപ്പോൾ മകന് എക്സ് വയസ്സുണ്ടെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? 12 വയസ്സും കൂടെ കൂടും. ഇപ്പോൾ x + 12 ആവും. അതുപോലെ അച്ഛന് 3x - 3 വയസ്സ് ഇപ്പോൾ ഉണ്ട്. 12 വർഷം കൂടി കഴിയുമ്പോൾ എന്താവും? ഒരു 12 വയസ്സും കൂടി കൂടും അല്ലേ? ഇവിടെ ഈ -3 + 12ൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാ? ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കണം. ഡിഫറൻസ് കാണുമ്പോൾ 9 എന്നാണ് കിട്ടുക. വലുത് ഏതാ? 12. 12ൻ്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ടാണ് അവിടെ പ്ലസ് ഇട്ടേക്കുന്നത്. ഇനി ഈ 12 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ്, അതായത് 12 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 3x + 9. അതെന്ന് പറഞ്ഞാൽ 12 വർഷം കഴിയുമ്പോൾ ഉള്ള മകൻ്റെ പ്രായം എന്താണോ അതിൻ്റെ ഇരട്ടിയാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഈ 3x + 9 ഉണ്ട്. ഈ 2 എന്ന് പറയുന്ന ബ്രാക്കറ്റിനുള്ള 2 പേർക്കും ഉള്ളതാണ്. അപ്പോൾ 2 × x 2x + 2 × 12 24. ഇനി ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ നിൽക്കുന്ന 3xൻ്റെ അടുത്തേക്ക് ഈ 2xനെ കൂടെ കൊണ്ടുവന്ന് എന്ത് കിട്ടും? -2x എന്ന് കിട്ടും. ദെൻ ഇവിടെ ഒരു 24 ഓൾറെഡി ഉണ്ട്. ഇവിടെ കിടക്കുന്ന +9 ഇപ്പുറം കൊണ്ടുപോയാൽ -9 എന്ന് കിട്ടും. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 3x - 2x. 3x - 2x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? x എന്നായിട്ടോ. 3xൽ നിന്ന് 2x പോയാൽ മിച്ചം x. 24ൽ നിന്ന് 9 പോയാലോ? 15. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 15 കിട്ടി. നമ്മൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആരാ? സണ്ണിൻ്റെ ഏജ് ആയിട്ട് എടുത്തേ. സണ്ണിൻ്റെ ഏജ് ആയിരുന്നു നമ്മളോട് ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സണ്ണിന് എത്ര വയസ്സുണ്ട്? 15 വയസ്സുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ
100th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തുടർച്ചയായ 3 ഒറ്റസംഖ്യകളുടെ തുക 45 ആയാൽ അവയിൽ ഏറ്റവും വലിയ സംഖ്യ. അപ്പൊ തുടർച്ചയായുള്ള ഒറ്റസംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാ? 1, 3, 5, 7 ഇതാണ് ഒറ്റസംഖ്യ. അപ്പം ഒറ്റസംഖ്യകളുടെ വ്യത്യാസം എത്രയാ വരിക? 2 വീതം കൂടി ഒറ്റസംഖ്യകൾ വരിക. അപ്പൊ തുടർച്ചയായുള്ള ഒറ്റസംഖ്യകൾ ഞാനിപ്പോൾ എടുക്കുന്ന എക്സ് ആണെങ്കിൽ അടുത്ത ഒറ്റസംഖ്യ ഏതായിരിക്കും? x+2 ആയിരിക്കും. ദെൻ അടുത്ത ഒറ്റസംഖ്യ എന്ന് പറയുന്നത് x+4 ആയിരിക്കും. കാരണം 2ന്റെ വ്യത്യാസം വരണം. 1ഉം 2ഉം 3, 3ഉം 2ഉം 5. അപ്പൊ ഒറ്റസംഖ്യകളുടെ വ്യത്യാസം എന്താ? 2 വീതം കൂടി വരിക. അപ്പൊ ആദ്യത്തെ ഒറ്റസംഖ്യ x ആണെങ്കിൽ അടുത്ത ഒറ്റസംഖ്യ x+2 ആയിരിക്കും. ദെൻ അടുത്ത ഒറ്റസംഖ്യ ഏതായിരിക്കും? x+4 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തുക എത്രയാന്നാ പറഞ്ഞത്? x+2 x+4 ചെയ്യുമ്പോൾ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 45 ആണെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ, അതായത് x+4ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഇവിടെ നമുക്ക് മൊത്തം എത്ര എക്സ് ഉണ്ട്? 1, 2, 3. ഒരു 3x ഉണ്ട് അല്ലേ? ദെൻ നമ്പേഴ്സ് ആഡ് ചെയ്ത് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. 2 + 4 6 = 45 എന്ന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പോൾ 4 + 2 6 = 45. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3xനെ മാത്രം ഇവിടെ നിർത്തണം. +6 അപ്പുറേ പോകുമ്പോൾ എന്താവും? -6 ആവും. ഇപ്പൊ 3xന്റെ വാല്യൂ എന്ത് കിട്ടും? 45 ന്ന് 6 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 45 - 6 ചെയ്യുമ്പോൾ 39 കിട്ടും. അത് 3xന്റെ വാല്യൂ ആണ്. നമുക്ക് xന്റെ വാല്യൂ അല്ലേ വേണ്ടേ? അപ്പൊ 39/3. 39/3 എന്ന് പറഞ്ഞാലോ 13 എന്ന് വരും അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 13 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? ഈ 3 സംഖ്യകളിൽ ഏറ്റവും വലിയ ഒറ്റസംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം തുടർച്ചയായിട്ടുള്ള ഒറ്റസംഖ്യകൾ ഏതൊക്കെയാ? x 13 ആണ്. അപ്പൊ അടുത്ത ഒറ്റസംഖ്യ ഏതാ? 13 + 2 15. ദെൻ അടുത്ത ഒറ്റസംഖ്യ ഏതാ? 15 + 2 17. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ ഒറ്റസംഖ്യ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ആൻസർ ഏത് വരും? 17 വരും. ഇപ്പോൾ 2026 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബോർഡിലേക്ക് നടന്ന LGS എക്സാമിൻ്റെ 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും PSC പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ നന്ദി.